നമസ്കാരം. ഇന്ന് കേരള സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ED റെയ്ഡാണ്. അതായത് സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാസപ്പടി കേസ് CMRലുമായിട്ട് ബന്ധപ്പെട്ട മാസപ്പടി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ED ആയിട്ട് കേസന്വേഷണത്തിന് മുന്നോട്ട് പോകുന്നതിന് തടസ്സം ഇല്ല എന്നൊരു ഉത്തരവ് നൽകിയതിന് ശേഷം ഇന്ന് ദിവസം 12 സ്ഥലങ്ങളിൽ രാവിലെ മുതൽ റെയ്ഡുണ്ടായിരുന്നു. ആ റെയ്ഡ് ആയിട്ട് ബന്ധപ്പെട്ട് കുറേ അനിഷ്ട സംഭവങ്ങൾ സംസ്ഥാനത്ത് നിന്നിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ താമസിക്കുന്ന മുൻ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നടന്ന റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. രാവിലെ മുതൽ തന്നെ റെയ്ഡുണ്ടായിരുന്നു. ശ്രീ പിണറായി വിജയനും അതുപോലെ തന്നെ ഈ കേസിൽ പ്രതിസ്ഥാനത്ത് പ്രതിയെന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന ശ്രീമതി വീണ വിജയൻ, പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനും ആ വീട്ടിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീണ വിജയൻ്റെ ഇപ്പം നിലവിലുള്ള ഭർത്താവായ മുൻ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ റെയ്ഡ് ഉണ്ടായിരുന്നു. അങ്ങനെ 12 സ്ഥലങ്ങളിലായിരുന്നു റെയ്ഡ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടെ എടുത്തു പറയുന്നത് പിണറായി വിജയൻ്റെ വീട്ടിൽ നടന്ന റെയ്ഡും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ ഇന്നിപ്പോൾ CPMൻ്റെ നേതൃത്വത്തിൽ ഈ റെയ്ഡിനെതിരെ അതിശക്തമായ പ്രതിഷേധം എല്ലാ മേഖലകളിലും അവരെ കൊണ്ട് സാധിക്കുന്നതിൻ്റെ പരമാവധി അവർ വ്യാപിപ്പിച്ചിരുന്നു. അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രകമ്പനം ഉണ്ടായത് ഈ തിരുവനന്തപുരത്ത് തന്നെ പിണറായി വിജയൻ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു. റെയ്ഡിന് ശേഷം ഏകദേശം ഒരു 3 മണിയോടുകൂടി ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവർ വന്നിരുന്ന വാഹനങ്ങൾ അതിമാരകമായ രീതിയിൽ ആക്രമിക്കപ്പെടുകയാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മുമ്പ് പോലെ തന്നെ പറഞ്ഞു കേൾക്കുന്നതാണ്, എൻ്റെ കൈകൾ ശുദ്ധമാണ്, മടിയിൽ കനമുണ്ടെങ്കിലേ പേടിക്കാനുള്ളൂ എന്നൊക്കെ മുൻ മുഖ്യമന്ത്രി സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്ന പല്ലവിയല്ല ഇപ്പോൾ ഇന്ന് വിഴുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ പൊതുസമൂഹം നോക്കിക്കാണുന്നത്. കാരണം ED എന്ന് പറയുന്നത് അവർ പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്തങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ വരുന്നതല്ല എന്നുള്ളത് അറിയാം. ഇത് റെയ്ഡ് മാത്രമാണ്. അവരുടെ പരിശോധന, അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് പരിശോധിച്ച് അത്തരം കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് സഹകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഇവർക്ക് പോകാൻ വഴിയുള്ളൂ. പക്ഷേ അങ്ങനെ സഹകരിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം അവർ വന്ന് റെയ്ഡ് നടത്തുന്ന സന്ദർഭത്തിൽ അവിടെ ആർക്കും തടയാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല, തടഞ്ഞുമില്ല. പക്ഷേ പുറം മണ്ഡലത്തിൽ, അതായത് പൊതുസമൂഹത്തിൽ അതിശക്തമായ പ്രതിഷേധവും അതിനുശേഷം ഇവർ റെയ്ഡ് കഴിഞ്ഞ് പുറത്തേക്ക് പോയ സന്ദർഭത്തിൽ ഇവരുടെ വാഹനങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ആക്രമിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ എടുത്ത് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേസ് ഇത് വളരെ ഗൗരവത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിൽ നിന്നും പൊതുസമൂഹം എന്താണ് മനസ്സിലാക്കുന്നത്? മടിയിൽ കനമില്ല, കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ വ്യക്തികളുടെ മടിയിൽ അതിഭയാനകമായ കനമുണ്ട്, കൈകൾ കറ മുങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതല്ലേ ഇവിടെ ഇപ്പോൾ പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞതിന് സമാനമല്ല ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതല്ലെങ്കിൽ നോർമൽ ആ ഉദ്യോഗസ്ഥരും അത് പരിശോധന നടത്തി അങ്ങ് പോയി എന്ന് കരുതി കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. പിന്നീട് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ പിന്നീടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അത് ഇനിയാണെങ്കിൽ അവരത് കൈകാര്യം ചെയ്യുകയും ചെയ്യും. അതിനുള്ള ശക്തിയുള്ളൊരു സംവിധാനമാണല്ലോ ED എന്ന് പറയുന്നത്. അപ്പോൾ EDയുടെ പേരിൽ പല ആരോപണങ്ങളുണ്ട്, കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ കേന്ദ്ര സർക്കാർ അത് ഇനിയാണെങ്കിൽ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് സത്യമായ ഒരു കാര്യം നിലനിൽക്കെ ഇന്ന് ആ ഉദ്യോഗസ്ഥരെ ഈ രീതിയിൽ ആക്രമിച്ചത് ഏറ്റവും തകഞ്ഞ ഒരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ക്രിമിനൽ ഗുണ്ടായിസം അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയല്ലേ, സാമൂഹ്യ നീതിബോധത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയല്ലേ. ഇവിടെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ തന്നെ ഒന്നുമല്ലെങ്കിൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഭരണം നേതൃത്വം നൽകിയിരുന്ന ഒരു പാർട്ടിയാണ്, മുന്നണിയാണ്. അതിൻ്റെ തലവനായിട്ടുള്ള വ്യക്തിയുടെ വീട്ടിലാണ് ഈ പരിശോധന നടന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതുമായിട്ട് സഹകരിച്ച് ഇവിടെ നിലനിൽക്കുന്ന നിയമ സംവിധാനത്തെ, സാമൂഹ്യ നീതിബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ പ്രതികരിക്കുക എന്നുള്ളതിന് പകരം ഏതോ ഒരു ഭീകര സംഘടനകളെ പോലെ ഈ പ്രവർത്തിച്ചത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അക്രമത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വത്തിൽ നിന്നും ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾക്ക് മാറി നിൽക്കാൻ പറ്റും? ഒരിക്കലും സാധിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അക്രമത്തിന് ആഹ്വാനം നൽകിയത് പോലും ഈ ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകളും ആണ് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ കടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സംസ്ഥാന പോലീസിൻ്റെ കാര്യം. കാരണം ഇത്രയും വലിയൊരു സംഭവം അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ
പോലീസ് അവിടെ നാമമാത്രമായിട്ട് മാത്രമാണ് ഉണ്ടായിരുന്ന പോലീസ് പോലും അവിടെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചിരുന്നില്ല. സ്വാഭാവികമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, ED അവിടെ റെയ്ഡ് നടക്കുന്നു. രാവിലെ മുതൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുമ്പോൾ അവിടെ വേണ്ട ഫോഴ്സ് അവിടെ കൊടുക്കേണ്ടിയിരുന്നു. അത് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം വരെയും മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ്റെ പോലീസ് എന്നുള്ള നിലയിലാണോ എന്ന് നമ്മൾ ഇവിടെ കരുതേണ്ടിയിരിക്കുന്നു. ഭരണം മാറിയെങ്കിൽ പോലും ഇവിടെ തങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലം നിന്നിരുന്ന ഉദ്യോഗസ്ഥരെ തനിക്കെതിരെ തിരിയാൻ സാധിക്കില്ലാത്ത രീതിയിലേക്ക് തടഞ്ഞു നിർത്തി എന്നുള്ള നിലയിലേക്ക് സ്വാഭാവികമായിട്ട് അവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം ആ 3 വാഹനങ്ങളിൽ മാത്രമായിട്ട് പുറത്തേക്ക് പോകുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കാനായിട്ട് ഇവിടെ പോലീസിന് സാധിച്ചില്ല. അത് പോലീസിൻ്റെ വലിയൊരു വീഴ്ച തന്നെയാണ്. അതിനിപ്പോൾ പോലീസ് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ സ്വാഭാവികമായിട്ടും. കാരണം കേന്ദ്രസേനയാണെന്ന് വന്നത്. കേന്ദ്രസേന വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് കേന്ദ്രസേനയല്ല കേന്ദ്ര ഏജൻസി. അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള കേന്ദ്രസേന എന്ന് പറയുന്നത് വളരെ നാമമാത്രമായിട്ടാണ്. അവിടുത്തെ പോലീസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്, പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്. ആ ഒരു സാഹചര്യത്തിൽ പോലീസ് അവിടെ ഭയങ്കരമായിട്ട് അലംഭാവം കാണിച്ചു. അതിനിപ്പോൾ ഏതെങ്കിലും കോണിൽ നിന്നോ ഏതെങ്കിലും രഹസ്യമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഇതിനകത്ത് ചർച്ച ഉരുത്തിരിഞ്ഞ് വരികയുള്ളൂ. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നടന്ന സംഭവത്തിനകത്ത് കക്ഷികളുടെ അടുത്തും പ്രത്യേകിച്ച് ഇവിടുത്തെ പിണറായി വിജയനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മകളാണെങ്കിലും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യക്തികളാണെങ്കിലും ആ പാർട്ടിയാണെങ്കിലും CPM എന്ന പാർട്ടിയാണെങ്കിലും ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പ്രകോപനത്തിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. കാരണം ED വന്ന് അവർ പരിശോധിച്ചിട്ട് പോട്ടെ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് അതിനെ കണ്ടാൽ മാത്രം മതിയായിരുന്നു. ഇവിടെ പ്രശ്നം ഉണ്ടാക്കി കലക്കൊള്ളത്തിൽ മീൻ പിടിക്കാൻ എന്ന് പറഞ്ഞ രീതിയിലുള്ള ഈ ഒരു പ്രവർത്തനം ഇത് ഒരിക്കലും സാമൂഹ്യ നീതിബോധത്തിന് ചേർന്നല്ല. ഇവിടുത്തെ ഭരണ നിയമ സംവിധാനത്തിന് ഒരിക്കലും അംഗീകരിക്കാവുന്ന ഒരു കാര്യം അല്ല എന്നുള്ളതുകൊണ്ടും അവിടെ വന്നിരിക്കുന്ന ആ ഒരു വീഴ്ച അതുതന്നെയാണ് ഒന്നാമത്തെ വീഴ്ച. രണ്ടാമത് ഈ ED ഉദ്യോഗസ്ഥർക്ക് ഇവിടുത്തെ പോലീസ് വേണ്ട സംരക്ഷണം ഒരുക്കിയില്ല എന്നുള്ളതും വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം അതൊക്കെ നമ്മുടെ കേരളത്തിന് തന്നെ ഒരു അപമാനമാണ്. എന്താണെങ്കിലും ഇനി അതിൻ്റെ മറ്റ് അനുരണനങ്ങൾ മുന്നോട്ട് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഇപ്പോഴും പല ഭാഗങ്ങളിലും സംഘർഷങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ശരി, ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. നന്ദി.